മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ പലപ്പോഴായി പണി വാങ്ങിക്കൂട്ടിയതുപോലെ ഇപ്പോഴാ നമ്മുടെ പുതിയ മുഖ്യൻ വി.ഡി. സതീശനും ഹെലികോപ്റ്ററിൽ പണി കിട്ടിയിരിക്കുകയാണ്. ഏതായാലും മുൻപ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രയും അതിൽ നിന്ന് ഇറങ്ങാത്ത മുഖ്യൻ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ നിരന്തരമായി വിമർശിച്ച് രംഗത്ത് വന്നതും മാധ്യമങ്ങളും വാർത്താ പരമ്പരകളുമായി രംഗത്തിറങ്ങിയതും പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം അന്നത്തെ പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കി എടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ പുതിയ ക്യാപ്റ്റനും പണി കിട്ടിയിരിക്കുന്നു. അന്ന് പിണറായി ക്യാപ്റ്റനാണെങ്കിൽ ഇപ്പോൾ വി.ഡി. സതീശൻ ക്യാപ്റ്റന്. ഏതായാലും പഴയ കോൺഗ്രസ് നേതാക്കളുടെ പോസ്റ്റൊക്കെ കുത്തിപ്പൊക്കി സജീവമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇടത് ക്യാമ്പുകൾ. ഒരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ വി.ടി. ബൽറാമിൻ്റെ പഴയ പോസ്റ്റ് കുത്തിപ്പൊക്കിയാണ് സോഷ്യൽ മീഡിയ ഒരു വശത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കൊച്ചി യാത്ര അടിമുടി വിവാദത്തിലായിരിക്കുകയാണ്. ഭാര്യയുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കാണാൻ ഹെലികോപ്റ്റർ തന്നെ വേണമോ മുഖ്യ എന്നുള്ളതാണ് പുതിയ ചോദ്യം. ഏതായാലും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് വി.ഡി. സതീശനൊപ്പം അണിനിരന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കൊച്ചിയിലേക്കുള്ള ഹെലികോപ്റ്റർ യാത്ര ഏതായാലും വലിയ വിവാദത്തിലായിരിക്കുകയാണ്. വ്യക്തിപരമായ ആവശ്യത്തിന് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ളതാണ് വിമർശനം. ചികിത്സയിൽ കഴിയുന്ന ഭാര്യ പിതാവിനെ കാണാൻ സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതോടെയാണ് പ്രതിപക്ഷം രംഗത്തിറങ്ങിയത്. സർക്കാരിനെ വിമർശിച്ച് മുൻ മന്ത്രിമാരായ എം.പി. രാജേഷും വി. ശിവൻകുട്ടിയുമൊക്കെ രംഗത്ത് വന്നു. സോഷ്യൽ മീഡിയയിലും വി.ഡി. സതീശനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഏതായാലും വി.ടി. ബൽറാം പണ്ട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് കുത്തിപ്പൊക്കിയാണ് ഇടത് അനുഭാവികൾ മധുര പ്രതികാരം തീർത്തിരിക്കുന്നത്. എൽ.ഡി.എഫ്. സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിന് ദൂർത്തിന്റെ അങ്ങേയറ്റം എന്നായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ വിമർശിച്ചത്. സർക്കാരിന് ദൈനംദിന ചിലവുകൾക്കുള്ള പണം പോലും കണ്ടെത്താനാവുന്നില്ല. ഈ സാഹചര്യത്തിലും മാസം 80 ലക്ഷം രൂപ ചിലവിൽ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുകയാണെന്നായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. ഇദ്ദേഹം വിജയനാണോ അതോ ജയനാണോ? ഒരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ 7-8 പേരെ വെടിവെച്ച് കൊല്ലാമായിരുന്നു എന്നാണ് വി.ടി. ബൽറാം അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഏതായാലും വി.ഡി. സതീശന്റെ യാത്ര വിവാദമായതോടെ കാലം മാറുമ്പോൾ കാറിന് പകരം ഹെലികോപ്റ്ററിലൊക്കെ സഞ്ചരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് മന്ത്രി കെ മുരളീധരനടക്കം ന്യായീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും പണി പാളി തീർന്നില്ല. പണ്ട് എം.വി. ഗോവിന്ദൻ കേരളയിലും അപ്പക്കച്ചവടവും ഒക്കെ പറഞ്ഞപ്പോൾ പൊളിച്ചടുക്കി രംഗത്തിറങ്ങിയ കോൺഗ്രസ്സുകാരെ ഇപ്പോൾ അതേ നാണയത്തിൽ പൊളിച്ചെടുക്കുകയാണ് ഇടത് ക്യാമ്പുകൾ. വി.കെ. പ്രശാന്തും കുറിക്കുകൊള്ളുന്ന ഒന്ന് കുറിച്ചിട്ടുണ്ട്. അച്ചപ്പം കിട്ടിയില്ല, തൽക്കാലം ഇത് മതി, പോയേച്ചും വരാമെന്നാണ് ഹെലികോപ്റ്റർ യാത്രയിൽ വി.ഡി. സതീശനെതിരെ വി.കെ. പ്രശാന്തിന്റെ ട്രോള്. ഏതായാലും മുഖ്യമന്ത്രിയെ ട്രോളിക്കൊല്ലുകയാണ് സോഷ്യൽ മീഡിയ. ഒരു മാധ്യമ പ്രവർത്തകന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: 2018 പ്രളയമായാലും മറ്റേത് ദുരന്തമായാലും വൈകിട്ടത് വിശദീകരിക്കാനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും ഒക്കെയായി മുന്നിട്ട് നിന്നിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതായത് സാക്ഷാൽ പിണറായി വിജയൻ എന്ന്. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായ അലർട്ടുകൾ നൽകി ഉദ്യോഗസ്ഥരെ അടക്കം ഏകോപിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരാൾ ഇപ്പോൾ നമുക്കൊരു മുഖ്യനുണ്ട്. ഈ അടിയന്തര സാഹചര്യത്തിൽ അദ്ദേഹം എവിടെയാണ്? രാവിലെ ഹെലികോപ്റ്റർ എടുത്ത് അമ്മായിയപ്പനെ കാണാൻ പോയെന്ന്, ഉച്ചയ്ക്കെന്തോ തുലാഭാരം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുവെന്ന്, വൈകിട്ട് പൊന്നണിയിലാണ് ഏതോ ഒരു ആഘോഷത്തിൽ പങ്കെടുത്ത് മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കുന്നു. എപ്പോഴാണ്? നാട് മുഴുവൻ റെഡ്, യെല്ലോ, ഓറഞ്ച് അലർട്ടുള്ള അടിയന്തര സമയത്തുനിന്ന്. മാധ്യമങ്ങളോട് എന്തെങ്കിലും വിശദീകരണം, രക്ഷാപ്രവർത്തനം, മറ്റു കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഇല്ല. നൈസായിട്ട് അങ്ങ് മുങ്ങി. എപ്പോഴാണ്? ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഒഴിഞ്ഞു മാറുന്നത്. ആ വീഡിയോ ആദ്യം കണ്ടപ്പോൾ പഴയത് വല്ലതും ആരെയും ചുമ്മാ അവസരം മുതലാക്കാൻ ഇട്ടതാകണമേ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ അല്ല, മാറ്റം വന്നു കഴിഞ്ഞു. അതായത് മുഖ്യമന്ത്രി ആഘോഷിക്കുന്നു എന്നാണ് വിമർശനം. അതേസമയം മറുവശത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അനുകൂലിച്ചും നിരവധി പേർ രംഗത്തുണ്ട്. ഒരു നുണക്കഥ കൂടി പൊളിയുന്നു. ചില മാപ്രകൾക്ക് അടുത്ത ബുധനാഴ്ചത്തേക്കുള്ളതായി എന്നാണ് ഒരാളുടെ കുറിപ്പ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഭാര്യ പിതാവ് അസുഖബാധിതനായി കിടക്കുന്നത് ആലുവ കാരോത്തുകൂടി ഹോസ്റ്റലിലെ ICUവിലാണ്. ആശുപത്രിയിലേക്കല്ല മുഖ്യമന്ത്രി പോയത്, മുൻകൂട്ടി നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികൾക്കാണ്. കൊച്ചിയിലെ വിവിധ ഔദ്യോഗിക പരിപാടികൾക്ക് ഹെലികോപ്റ്ററിൽ വന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പരിപാടികൾക്ക് ശേഷം കൊച്ചിയിൽ നിന്ന് ഔദ്യോഗിക കാറിൽ ആലുവ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മായിയപ്പനെ ഒന്ന് കണ്ടു. അതാണിപ്പോൾ കമ്മികളും അടിമകളായ ചില മാപ്രകളും കിടന്ന് ആർമാദിക്കുന്നത് എന്നാണ് സതീശൻ അനുകൂലിയായ ഒരു മാധ്യമ പ്രവർത്തകന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷണം. ഔദ്യോഗിക പരിപാടിക്ക് ശേഷം മുബാറക് ഹോട്ടലിൽ നിന്ന് ഒരു ഊണും കഴിച്ചു അദ്ദേഹം. ഊണ് കഴിക്കാൻ സതീശൻ ഹെലികോപ്റ്ററിൽ കൊച്ചിയിൽ വന്നു എന്നും എഴുതാമല്ലോ മാപ്രകൾക്ക് എന്നാണ് വിമർശനം. വൻതുകയ്ക്ക് പിണറായി മാസവാടകയ്ക്ക് കരാർ എടുത്തതാണ് ഈ ഹെലികോപ്റ്റർ. മാസവാടക 80 ലക്ഷം കൊടുക്കണം. 25 മണിക്കൂർ മാസത്തിൽ ഉപയോഗിക്കാം. ഈ മാസം കരാർ കഴിയും. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും 80 ലക്ഷം മാസവാടക നൽകണം. അതാണ് പിണറായി ഉണ്ടാക്കി വെച്ച കരാർ.
വെറുതെ കിടന്ന് തുരുമ്പെടുക്കുന്ന ഹെലികോപ്റ്ററിന് 80 ലക്ഷം കൊടുക്കുന്നതിലും നല്ലതല്ലേ ഉപയോഗിക്കുന്നത്. 2 തവണ എയർ ആംബുലൻസായി ഉപയോഗിച്ചു എന്നല്ലാതെ കോടികൾ കൊടുത്ത് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതുകൊണ്ട് സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം ചില്ലറയല്ല. പിണറായി പാർട്ടി സമ്മേളനത്തിൽ ഇതിൽ വന്നത് മറന്നോ? അടിയന്തര ഘട്ടങ്ങൾ പിണറായി മുഖ്യമന്ത്രി എന്ന നിലയിൽ പലതവണ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് വലത് സോഷ്യൽ മീഡിയ ക്യാമ്പുകൾ ഓർമ്മിപ്പിക്കുന്നത്. മാസ വാടക കരാറുള്ള ഹെലികോപ്റ്റർ വി.ഡി. സതീശൻ ഔദ്യോഗിക ആവശ്യത്തിനാണ് ഉപയോഗിച്ചത്. അതിനെ ഉപയോഗിക്കാവൂ. ഇനിയും പലതവണ ഉപയോഗിക്കും. ഏതോ കമ്മി മാപ്രകളുടെ 2 വരി കുനിഷ്ടെടുത്ത് കണ്ട് സഖാക്കൾ തുള്ളിച്ചാടണ്ട. ഇതുവരെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി നടത്തിയ യാത്രാ വിവരങ്ങൾ, റൂട്ടുകൾ, തവണകൾ, വാടക വിവരങ്ങൾ എന്നിവ ശേഖരിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ കുത്തിത്തിരിപ്പ് മാപ്രകൾ വരി വരിയായി നിന്ന് വാങ്ങിക്കൂട്ടിയാലുമെന്നാണ് സതീശൻ ഫാൻസ് പറയുന്നത്. ഏതായാലും സതീശൻ ഫാൻസും പിണറായി ഫാൻസും ഏറ്റുമുട്ടുമ്പോൾ ഹെലികോപ്റ്ററിൽ നട്ടം തിരിഞ്ഞത് പാവപ്പെട്ട പൊതുജനമാണെന്ന കാര്യം പറയാതെ വയ്യ.